ഓണത്തിന് ഇവർക്ക് ഡ്രസ്സൊക്കെ മേടിച്ചു? ഒന്നും വാങ്ങിച്ചില്ല. കടയിൽ പോവാമ്മ, ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകാമ്മ കടയില്. ചേച്ചി എങ്ങനെ നിങ്ങൾ ഇവിടെ കഴിയും? ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല. ഈ കുഞ്ഞുങ്ങളെ ഈ വയ്യാത്ത നടക്കാൻ പോലും പറ്റാത്ത അമ്മയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകുമെന്ന് പോലും എനിക്കറിയില്ല. സ്വന്തം അച്ഛൻ 3 കുഞ്ഞുങ്ങളെ ഒന്ന് വിളിക്കത്തു പോലും ഇല്ല. ആ ഇളയ മോളെ ഒന്ന് കണ്ടിട്ട് പോലും മുഖം എങ്ങനെ ഇരിക്കുമെന്ന് പോലും അയാൾക്ക് അറിയത്തില്ല. എന്തൊരു ദുഷ്ടനാണ്. ഇവിടെ ജന്മം നൽകാൻ മാത്രം പോരാ തന്ത, വളർത്താനും കൂടെ പഠിക്കണം കേട്ടോ. നീയൊക്കെ മനുഷ്യനല്ല. ഈ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ കിടക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട്, അതും പെൺകുട്ടികളല്ലേ, ഞാൻ എങ്ങോട്ട് പോകും? അതുകൊണ്ട് എനിക്ക് ഈ വീട് നല്ലവരായ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് എനിക്ക് ഈ വീടൊന്ന് റെഡിയാക്കി തരണം. മലയാളിയൊക്കെ ആഘോഷപൂർവ്വം ഓണം ആഘോഷിക്കുമ്പം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയും ഒരു ഓണക്കോടി പോലും കിട്ടാതെ വിഷമിക്കുന്ന ഒരു 3 കുഞ്ഞുങ്ങൾ കണ്ടില്ലേ? അവർക്കൊരു ഓണക്കോടി പോലും കൊടുക്കാൻ പോലും ആരുമില്ല. ജനിപ്പിച്ച് അച്ഛൻ പോലും കണ്ടിട്ടില്ല അല്ലേ? ആ മോളെ അവിടെ അച്ഛൻ പോലും കണ്ടിട്ടില്ല. അച്ഛന്റെ പേരെന്താ? ഷിബു. കൊല്ലം വാടി സ്വദേശിയാണ്. 3 കുഞ്ഞുങ്ങളെ സമ്മാനിച്ച് അയാളുടെ പാട്ടിന് പോയി. ഇതിനകത്ത് ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രളയത്തിൽ നമ്മുടെ വീട് തകർന്നു ഇല്ലേ? ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കുന്നിക്കോട്, വിളക്കുടി പഞ്ചായത്തിലെ കുന്നിക്കോടാണ്. ഈ വീട്ടിൽ ഇവർ കിടന്നിറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നെല്ലാം കൂടെ തകർന്നു വീണത്. കണ്ടില്ലേ? മോളെത്തല്ല പഠിക്കുന്നേ? മോളോ? മോടെ പേരെന്താ? ഏഞ്ചൽ മേരിയും ആൽഫ മേരിയും. കുഞ്ഞ് ഇളയ മോടെ അമ്മക്ക് എത്ര വയസ്സുണ്ട്? 1.5 വയസ്സ്. ഈ കൊല്ലത്തിനെ നാട്ടുകാർ തെറി വിളിക്കുന്നതിന് കുറ്റമൊന്നുമില്ല കേട്ടോ. ഇതേപോലുള്ള നാറികൾ കാരണോ ഈ കൊല്ലത്തിന് ഈ ആക്ഷേപം. കൊല്ലം വാടി സ്വദേശിയാണ്, പേര് ഷിബു. ആ കൊല്ലത്തൊക്കെ അപകടം സംഭവിച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അച്ഛനെ വിളിച്ചു സ്നേഹം കൊണ്ട്. ഫോൺ പോലും എടുത്തില്ല. ഈ മോക്ക് വയ്യെന്ന് പറഞ്ഞാൽ പറയാ മെഡിക്കൽ കോളേജിൽ പോയിക്കോളാം, ഞാൻ വരത്തില്ലെന്ന്. ഞാനെന്തോ വേണമെന്ന്. ഇവരുടെ ഏറ്റവും വലിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ വീട് തകർന്നു കിടക്കുവാണ്. എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കൈത്താങ് ഉണ്ടെങ്കിൽ അതൊരു വലിയ ആശ്വാസമാകും. എൻ്റെ വീടുകളെല്ലാം പൊടിഞ്ഞ് വാരിക്കിടക്കുക. ഞാൻ കഷ്ടപ്പെട്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. എനിക്ക് ആരും ഇല്ല. വീട് പോലും എല്ലാവരും തെരുവിലിറങ്ങി പോകേണ്ട അവസ്ഥ. ഒന്നും മേടിക്കാൻ പോലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ എൻ്റെ അവസ്ഥ. കണ്ട എൻ്റെ മക്കൾ ഇത്രയും നാളും വളർന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ എൻ്റെ അവസ്ഥ. അമ്മമ്മ പോയി ചെന്ന് എവിടെയെങ്കിലും പോയി ചെന്ന് ഓരോന്നൊപ്പിച്ചോണ്ട് വന്നു എൻ്റെ മക്കളെ ഇത്രയും 3 പേരെ വളർത്തിയെടുത്തത്. അല്ലാതെ അവരെ പപ്പ നോക്കിയിട്ടു ഇടയ്ക്കൊന്ന് വരും, ഓരോന്നിനും എനിക്ക് തന്നിട്ട് അയാളെ പാട്ടിന് പോകും. ഓരോ കുഞ്ഞുങ്ങളെ സമ്മാനിക്കുമ്പോൾ പെൺകുട്ടികളല്ലേന്നും പറഞ്ഞ് ഞാൻ പോയിട്ട് ഓരോന്നിനെ സമ്മാനിക്കുവോ, അയാളെ പാട്ടിന് പോവുക. കുഞ്ഞുങ്ങൾ എന്തിയെ? ആരും അവരെ വീട്ടിൽ ആരും ഇന്ന് അവൻ അന്വേഷിച്ചിട്ടില്ല എൻ്റെ മക്കൾ എന്തിയെന്ന്. മോക്കാണെങ്കിൽ മൂക്കിന്റെ ദശ തൊണ്ടയിൽ വന്നിരിക്കുന്നു. അതിന്റെ ട്രീറ്റ്മെന്റിലാണ് ഞാൻ. കുഞ്ഞ് വിളിച്ച് പറഞ്ഞ് പപ്പയെ എനിക്ക് വയ്യ, ഞാൻ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ. അതിന് ഞാനെന്ത് വേണം? നിങ്ങൾ പോയി ചെയ്യും. ഇത്രയും നാളായിട്ട് വിളിച്ചിട്ടില്ല. എൻ്റെ മോക്ക് 1.5 വയസ്സായി, കണ്ടിട്ടില്ല. എനിക്ക് കുഞ്ഞൊരു വീട് വെച്ച് എൻ്റെ ഈ മക്കളെ അമ്മയും കൊണ്ട് എനിക്കൊന്ന് കയറി കിടക്കാൻ. പട്ടിണിയാണെങ്കിൽ നമ്മളല്ലേ അറിയത്തുള്ളൂ. എനിക്ക് കയറി കിടക്കാൻ ഒരിടം ഒരുക്കി തന്നു. 3 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് എവിടെ പോകില്ലേ? ഇപ്പൊ ചേച്ചിയുടെ വീട്ടിലാണ് ഇവിടെ താമസിക്കുന്നില്ലേ? നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട്? ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 4 പേരുണ്ട്. 4 പേരുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യം, ഇവർ 5 പേരും നിങ്ങൾ 4 പേരും എല്ലാവരും ചേർന്ന് 9 പേര് ചേർന്നൊരു കൊച്ചു വീട്ടിലാണ്. എന്തായാലും ഇവരെയും കൂടെ ഒരു അവിടെ താമസിപ്പിക്കാൻ ഒരു മനസ്സ് കാണിച്ചല്ലോ. അവരുടെ അവസ്ഥ അത്രയ്ക്ക് മോശമാണ്. അവരുടെ അവസ്ഥ. നിങ്ങളുടെ അതിലും മോശമാണ്. അവർക്ക് വേറെ ആരും ഇല്ല. നമ്മുടെ വീട്ടിലോട്ട് വന്ന് നമ്മൾ സ്വീകരിച്ചു. അവർക്ക് നല്ലൊരു വീട് കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം.